പെട്രോൾ പമ്പുകളിൽ ജോലിക്കെത്തി അവിടങ്ങളിലെ കളക്ഷൻ പണം അടിച്ചുമാറ്റി മുങ്ങുന്ന കുപ്രസിദ്ധ മോഷ്ടാവ് പത്തനംതിട്ടയിൽ പിടിയിൽ. തിരുവനന്തപുരം സ്വദേശി അനിൽകുമാറാണ് പത്തനംതിട്ട കോയിപ്പുറം പോലീസിന്റെ പിടിയിലായത്. പെട്രോൾ പമ്പിലേക്ക് ജോലിക്കാളെ ആവശ്യമുണ്ട് എന്ന പത്രപരസ്യം കണ്ടാൽ അനിൽകുമാർ അവിടെ എത്തും. ഏതു വിധേനയും ജോലിക്ക് കയറും. അധിക സമയമൊന്നും എടുക്കില്ല. ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ ഉച്ചവരെ. അതുവരെയുള്ള കളക്ഷൻ പൈസ കൊണ്ട് കക്ഷി സ്ഥലം വിടും. സമാനമായ രീതിയിൽ ഇയാൾ വെണ്ണിക്കുളത്തെ പമ്പിലെത്തുകയായിരുന്നു. ആധാർ കാർഡും മറ്റും കാണിച്ച് ഉടമയെ വിശ്വാസത്തിലെടുത്തു. ശേഷം ഉച്ചവരെ പണിയെടുത്തു. ബാഗിൽ 71,000 രൂപ മൊത്തത്തിലായപ്പോൾ പെട്രോൾ അടിക്കാൻ വന്ന ഓട്ടോറിക്ഷയിൽ തന്നെ ഇവിടെ നിന്ന് മുങ്ങി. 17-ാം തീയതി രാത്രിയിലാണ് ഇവിടെ വരുന്നത്. ഉച്ചയ്ക്ക് വന്നിട്ട് ജോലി വേണമെന്ന് പറഞ്ഞു. നമ്മൾ സംസാരിച്ചപ്പം കുഴപ്പമില്ലയെന്ന് പറഞ്ഞു. മാനാരുമായിട്ടാണ് സംസാരം. മാനാരോട് ഞാൻ പറഞ്ഞു സംസാരിച്ച് കുഴപ്പമില്ലെന്നെങ്കിൽ ആളെ വെക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാനിവിടെ കിടന്നോളാം എന്നൊക്കെ സമ്മതിച്ചു. അങ്ങനെ കട്ടിലുമൊക്കെ മേടിച്ച് കൊടുത്തു. നമ്മൾ പുറകിൽ റൂമിലെല്ലാം ശരിയാക്കി കൊടുത്തു. ഒരു ദിവസം പിറ്റേ ദിവസം രാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങി 6 മണിക്ക്. അന്ന് നമുക്ക് ഒരാളെ ഉള്ളായിരുന്നു, ഒരു പയ്യനുണ്ടായിരുന്ന ലീവായിരുന്നു. എന്നാൽ ഇവൻ ഒറ്റയ്ക്കായിരുന്നു. അന്നേരം കുറച്ചു നേരം മാനേർ കൂടെ നിന്നു, അടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാനായിട്ട്. ഫോൺ കോൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ മലപ്പുറത്തുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോഴിപ്പുറം പോലീസ് കഴിഞ്ഞ ദിവസമാണ് അവിടെ എത്തിയത്. എന്തായാലും അനിൽകുമാറിനെ പോലീസ് പിടികൂടി. ചോദ്യം ചെയ്തപ്പോഴാണ് ഇത് ഇയാളുടെ സ്ഥിരം കലാപരിപാടിയാണെന്ന് ബോധ്യപ്പെട്ടത്. സമാന രീതിയിൽ ആലുവ ഈസ്റ്റിലൊരു കേസുണ്ട്. അത് ഇതിന് 2 ആഴ്ചയ്ക്ക് മുന്നാണ്. അതുകൂടാതെ തിരുവനന്തപുരത്ത് മലയങ്കീഴ് സ്റ്റേഷനിലൊരു കേസുണ്ട്. ഇയാൾ തിരുവനന്തപുരം പൂജപ്പുര തിരുമല സ്വദേശിയാണ്. അനിൽകുമാർ എന്നാണ് പേര്. നിലവിൽ 3 കേസുകൾ പെട്രോൾ പമ്പുകളിൽ നിന്നു മാത്രം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എറണാകുളത്ത് സമാനമായ രീതിയിൽ പെട്രോൾ പമ്പിൽ നിന്ന് ഇയാൾ പണം അടിച്ചുമാറ്റി മുങ്ങിയെന്ന് പോലീസിന് വിവരവും ലഭിച്ചിട്ടുണ്ട്. ഇതും അന്വേഷണ പരിധിയിലാണെന്ന് കോയിപ്പുറം പോലീസ് അറിയിച്ചു. 24 പത്തനംതിട്ട.